ഗൈസ് കഴിഞ്ഞ തവണ നമ്മൾ എങ്ങനെ ഡേറ്റ റിക്കവർ ചെയ്യാമെന്ന് പഠിച്ചു. ഈ തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് അബദ്ധവശാൽ ഡിസ്കിൽ നിന്നും പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ളതാണ്, അതെങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട്, അതിനകത്ത് 2 പാർട്ടീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും പോയ നിലയിലാണ്, ഡിലീറ്റ് ആയി കിടക്കുന്ന നിലയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് മിനിമൈസ് ചെയ്യാം. ഇതിന് നമുക്ക് വേണ്ടത് ടെസ്റ്റ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിച്ചതാണ്, പക്ഷേ അത് ഉപയോഗിച്ചിരുന്നില്ല അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ടൈപ്പ് ചെയ്യുക sudo apt install ടെസ്റ്റ് ഡിസ്ക്. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കുക, പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തെന്നും പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നിങ്ങൾ വിൻഡോസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നോക്കാം എങ്ങനെയാണ് ടെസ്റ്റ് ഡിസ്ക് ഉപയോഗിക്കുന്നുള്ളത്. ടെസ്റ്റ് ഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റ് ഡിസ്കിൻ്റെ വേർഷനൊക്കെ എഴുതി വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെസ്റ്റ് ഡിസ്ക് റൺ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത ഒരു ഫയലിനകത്താക്കി സൂക്ഷിക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട്, അതായത് ആരൊക്കെ ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് താഴോട്ടുള്ള ആരൊക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം എനിക്ക് വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നോ ലോഗ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുകയാണ്, കണ്ടില്ലേ. ഓക്കെ, ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറേജുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജും കാണിക്കുന്നുണ്ട്, എൻ്റെ പെൻഡ്രൈവും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഏതിൽ നിന്നാണോ പാർട്ടീഷൻ നഷ്ടമായത് ആ സ്റ്റോറേജ് ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ആരോ കീ ഉപയോഗിച്ച് ഞാൻ എൻ്റെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുകയാണ്. ശേഷം താഴെ പ്രൊസീഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ എൻ്റർ കൊടുക്കുക. ഇനിയിപ്പോൾ ചോദിച്ചിരിക്കുന്നത് പാർട്ടീഷൻ ടേബിൾ ടൈപ്പ് എന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ടെസ്റ്റ് ഡിസ്ക് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതൊരു സെലക്ഷൻ വീടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റൽ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഞാൻ ഇൻറ്റൽ ചൂസ് ചെയ്യാണ്. ഇനി അതല്ല നിങ്ങളുടേത് GPT ആണ് വരുന്നെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് ഡിസ്ക് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എൻ്റേത് ഇൻറ്റലാണ്, അപ്പോൾ ഇൻറ്റൽ എടുക്കുകയാണ് കേട്ടോ. ഇവിടെ താഴെയും എഴുതി കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഇൻറ്റൽ പാർട്ടീഷൻ ടേബിൾ ടൈപ്പ് ഹാസ് ബീൻ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റൽ എടുക്കുക, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ കുറേ ഓപ്ഷൻസ് നമുക്ക് താഴോട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്തൊന്നും സാധാരണ രീതിയിൽ പോകേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് അനലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ, അതിനകത്തോട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോഴുള്ള പാർട്ടീഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ ഒരു പാർട്ടീഷൻ കാണിക്കുന്നുണ്ടല്ലേ, അത് ഏത് പാർട്ടീഷനാണെന്ന് അറിയാമോ? ഇവിടെ കാണിക്കുന്ന ഈ പാർട്ടീഷനാണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ ടൈഗർ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ, ഈ പാർട്ടീഷൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഇവിടെ, കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടീഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ ചെയ്യണം? താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, ആ ഒരു ഓപ്ഷനിൽ സെലക്ഷൻ കൊണ്ടുവരിക, എന്നിട്ട് കീബോർഡിൽ എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടയ്ക്കൊരു വാർണിംഗ് മെസ്സേജ് വരും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രോഗ്രാം പാർട്ടീഷൻ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടീഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. ലയൺ എലിഫാൻ്റ് എന്ന് പറഞ്ഞ 2 പാർട്ടീഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഈ പാർട്ടീഷൻ ടൈപ്പ് ഏതാണെന്നും ഇവിടെ പറയുന്നുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉപയോഗിക്കുക. നിങ്ങൾ ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ പേടിക്കേണ്ട, താഴെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് ബൂട്ടബിൾ പ്രൈമറി ബൂട്ടബിൾ എന്ന് പറയുന്നതിൻ്റെ പാർട്ടീഷൻ, ആ ഒരു പാർട്ടീഷൻ ടൈപ്പ് ഏതാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. ഓരോ പാർട്ടീഷൻ ടൈപ്പ് ഏതായിരിക്കും, ഓരോ അക്ഷരം എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഈ താഴത്തെ P എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് P. ഓക്കെ, അപ്പോൾ നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള 2 പാർട്ടീഷൻ ഇപ്പോൾ പ്രോഗ്രാം കണ്ടുപിടിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? ഈ വിവരങ്ങൾ നമ്മുടെ പെൻഡ്രൈവിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. അതെന്ത് ചെയ്യണമെന്നറിയാമോ? കീബോർഡിലെ എൻ്റർ പ്രസ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കളഞ്ഞുപോയ പാർട്ടീഷൻ കിട്ടിയെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ആ പാർട്ടീഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ എലിഫാൻ്റ് എന്ന് പറയുന്ന പാർട്ടീഷൻ ഞാൻ സെലക്ട് ചെയ്യാണ്. ശേഷം കീബോർഡിൽ P പ്രസ് ചെയ്യാമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ കാണിക്കുന്നതായിരിക്കും, കണ്ടില്ലേ. ഓക്കെ, ഇതെന്നിട്ട് എന്താണെന്നറിയോ? ഇത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ വരാവുന്നതാണ്, കണ്ടില്ലേ. ഓക്കെ, ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് എൻ്റെ ഹോം ഫോൾഡറാണ് കാണിക്കുന്നത്. ഇവിടെ എനിക്ക് C എന്ന് പ്രസ് ചെയ്യാമെങ്കിൽ അവിടോട്ട് ആ ഫയൽ കോപ്പി ചെയ്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഫയൽ കിട്ടുന്നതായിരിക്കും, കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഡിലീറ്റ് ആയി പോയ പാർട്ടീഷനിനകത്തെ ഫയൽസ് കോപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് തിരിച്ചു വരികയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ 2 പാർട്ടീഷൻ്റെ ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് പെൻഡ്രൈവിനകത്തോട്ട് ആക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? കീബോർഡിലെ എൻ്റർ പ്രസ് ചെയ്യുക, എൻ്റർ.
ഓക്കെ, ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് താഴെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. എന്താണ് ക്വിറ്റ് റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ സെലക്ട് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കണ്ട സ്ക്രീനിൽ വരും. ഓക്കെ, പിന്നെ ഡീപ്പർ സെർച്ച് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളുടെ ക്വിക്ക് സെർച്ചും കൊണ്ട് പാർട്ടീഷൻസ് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡീപ്പർ സെർച്ച് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യമില്ല, കാരണം എൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടീഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനി ഈ ഇൻഫർമേഷൻ എന്താണ് പെൻഡ്രൈവിനകത്തോട്ട് ആക്കുകയാണ് വേണ്ടത്. എന്ത് ചെയ്യണം, അങ്ങ് വലത്തെ അറ്റത്ത് വരും, ഇവിടെ റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടോട്ട് സെലക്ഷൻ കൊണ്ടുവരിക, എന്നിട്ട് കീബോർഡിലെ എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താണ്ടെ ഇവിടെ റൈറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്, കൺഫേം ചെയ്യണോ എന്ന്. ഇത്രേ ഉള്ളൂ, കീബോർഡിലെ വൈ പ്രസ് ചെയ്യുക. അപ്പം ഇതാ എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ്, കണ്ടില്ലേ. ഇപ്പോൾ അത് റൈറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. റീബൂട്ട് ചെയ്യണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് എഫക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതായത് ഈ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ റീബൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. എന്നിട്ട് ഇങ്ങ് താഴെ വരാം, ക്വിറ്റിലേക്ക് വരാം. ഓക്കെ, എൻ്റർ കൊടുത്തു. ഇവിടെ ക്വിറ്റിലേക്ക് വരാം, എൻ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിറ്റ് ആയി. ഇനിയാണ് ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീബൂട്ട് ചെയ്യാനെന്നാണ് അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജിനകത്താണ് നമ്മൾ പാർട്ടീഷൻ റീകവർ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്പ്യൂട്ടർ ഒന്ന് റീബൂട്ട് ചെയ്യേണ്ടി വരും. അതായത് റീസ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വരേണ്ടി വരും. അതല്ല, ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കുത്തിയിരിക്കുന്നതെങ്കിൽ, അതിലാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ പാർട്ടീഷൻ റീകവർ ചെയ്യാൻ നോക്കിയെങ്കിൽ അതൊന്ന് ഊരിയിട്ട് തിരിച്ച് കമ്പ്യൂട്ടറിലോട്ടൊന്ന് കുത്തിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ പെൻഡ്രൈവ് ഞാൻ ഊരിയിട്ട് കുത്താൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ഇവിടെ ഡിസ്ക്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വരാം. എന്നാൽ ഇവിടെയാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടോണം, തിരിച്ചത് വരുന്ന കണ്ടോണം. ഞാൻ പെൻഡ്രൈവ് ഊരാൻ പോകണം കേട്ടോ. ശേഷം തിരിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, സോറി ഗൈസ്, കുറച്ച് പഴയ പെൻഡ്രൈവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇത് ഒത്തിരി പഴയ പെൻഡ്രൈവാണ് കേട്ടോ ഗൈസ്, ഞാനിപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം പെൻഡ്രൈവ് തിരിച്ച് കണക്ട് ചെയ്തപ്പോൾ കണ്ടോ, ആ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടീഷൻസ് കാണിക്കുന്നത് കണ്ടില്ലേ, ലയണും എലിഫൻറ്റും. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കയറി ചെന്ന് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്ലിക്ക് കൊടുക്കാം. ദാ ഇവിടെ വന്ന് കണ്ടില്ലേ, അതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം സേഫ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ഓക്കെ, കണ്ടല്ലേ. ഓക്കെ, അതേപോലെ തന്നെ വേറൊന്നുമുണ്ട്, എലിഫാൻ്റ് എന്ന് പറയുന്നത്. അതിനകത്തും കുറേ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്തുണ്ടായിരുന്ന കുറേ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഡിസ്ക് പാർട്ടീഷൻ നഷ്ടപ്പെട്ടു പോയ പാർട്ടീഷൻസുകൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് റീകവർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഗൈസ്, ഞാൻ പിന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു റിസ്ക്കായ പണിയാണ് കേട്ടോ. വളരെ മനസ്സിലാക്കി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ പാർട്ടീഷൻ റീകവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഫോട്ടോ റെക് ഉപയോഗിച്ച് അതിലെ ഡേറ്റ റിക്കവർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാലും പൂർണ്ണമായിട്ടുള്ള ഉറപ്പൊന്നുമില്ല, എങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം വീഡിയോ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.